ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. നമ്മളൊരു ചെറിയ യാത്രയിലാണ്. UAEയിലെ ചൂടും കാലാവസ്ഥയും അനുബന്ധിച്ച് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് സൗകര്യപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയും നമ്മൾ വൈകുന്നേരം പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മുടെ യാത്രയും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ജിയാൻസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എവിടത്തേക്കാന്ന് വെച്ചാൽ ബർദുബായിലേക്കാണ് കേട്ടോ. ബർദുബായിലുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളൊരു വീക്കെൻഡിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ പാർക്കിങ്ങിനും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായി. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മളൊരു മാർക്കറ്റിലേക്കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ് കേട്ടോ. ഇതാണ് ബർദുബായിലുള്ള സൂക്ക് മാർക്കറ്റ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും കഴിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഒന്ന് കണ്ട് ആസ്വദിച്ച് നടക്കാവുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. മാർക്കറ്റിലൂടെ നമ്മൾ നടന്ന് പിന്നെ എത്തുന്നത് ഇങ്ങനെ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇവിടെ ബോട്ട് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ ദുബായിയുടെ ഒരു ആദ്യത്തെ ചരിത്രപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഇടവഴിയിലേ കയറിയിട്ടുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് കയറുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഫീല് എന്ന് വെച്ചാൽ നമ്മുടെ പറശ്ശിനിയിലേക്കൂടെ എല്ലാം നടക്കുന്ന ആ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. പറശ്ശിനിയിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും ചന്തകളും അതുപോലെ തന്നെ പറശ്ശിനി ഗുരുവായൂർ അങ്ങനെയൊക്കെ പോകുന്ന ഒരു പ്രതീതിയായിരുന്നു. ആ ഒരു നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും പൂക്കളുടെയും ഒക്കെ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ആണ് കേട്ടോ ചെരുപ്പുകളൊക്കെ അഴിച്ചു വെക്കുന്ന ഒരു ഏരിയ. കണ്ടോ അത്രമാത്രം ആൾക്കാരുണ്ടെന്ന്. ഈ ചെരുപ്പുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ നമ്മളെ ചെരുപ്പുകളെല്ലാം എടുത്ത് ഒരു ട്രേയിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഒപ്പരം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബിൽഡിംഗാണ് ഇവർ അമ്പലമാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ നിലയിലാണ് പൂജയും കാര്യങ്ങളൊക്കെയുള്ള വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല തിരക്കായിരുന്നു. എനിക്കതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല ഇവിടെ വീഡിയോ അലൗഡ് ആണോ എന്നും അറിയില്ല. അവിടുന്ന് പ്രസാദവും വാങ്ങിയിട്ട് നമ്മൾ താഴെ ഇറങ്ങി. അവിടെ കൃഷ്ണൻ്റെ അവതാരങ്ങളും അതുപോലെ തന്നെ ഈ കാണുന്നതാണ് മുകളിൽ പൂജ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതവിടെ ലൈവായിട്ട് TV കാണിക്കുന്നതാണ്. നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. ലൈറ്റിൻ്റെതും ഹ്യൂമിഡിറ്റീൻ്റെതും അതുപോലെ തന്നെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ അവർ വെള്ളം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രെഡും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബോട്ട് യാത്ര നടത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കെല്ലാം ബോട്ട് യാത്ര ചെയ്യണം എന്നൊക്കെയായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ചൂട് കാരണം നമ്മൾ പിന്നൊരു ദിവസത്തേക്ക് അത് മാറ്റി വെച്ചു. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ.
അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് സമൂസ, അതുപോലെ തന്നെ ജിലേബി, പക്കാവട, അങ്ങനെ എന്തെല്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഇവർ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ വെച്ച് നീട്ടുന്നുണ്ട്. ഈ കൊടും ചൂടിനും ഇവിടെ നിന്ന് ഇങ്ങനെ പണിയെടുക്കുന്ന ഇവർ സമ്മതിക്കണം കേട്ടോ. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ആ ചൂട്.